Press the bell button now. വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ട്രെയിനർ. ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിൻ്റെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൻ്റെ 22ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം തന്നെ പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓരോ പ്രൊഡക്റ്റിലും വളരെ ആഴത്തിലുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഓരോ പ്രൊഡക്റ്റിലും ഏതൊക്കെ ഔഷധങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്, ആ ഔഷധങ്ങൾ ശരിക്കും അതിന്റെ ആ ഒരു പ്രൊഡക്റ്റില് അത്രയും ഔഷധങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടോ, അതെന്തൊക്കെ കർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു വിശ്വാസം മനസ്സിലേക്ക് വരികയുള്ളൂ. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഒരു പുതിയൊരു വ്യക്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു വിശ്വാസവും നിങ്ങളുടെ കോൺഫിഡൻസും ഒക്കെ കണ്ടിട്ടാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള ഒരു വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമ്മുടെ എഡ്യൂക്കേഷൻ വിങ് ആണ്, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയാം അല്ലെ. അപ്പം എന്താണ് നമ്മുടെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും നമ്മുടെ ബിസിനസ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. അപ്പം ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത് തന്നെ നിങ്ങൾ അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ. അതാണ് ലേൺ ആൻഡ് ഏൺ എന്നാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ടോട്ടൽ 6 ബ്രാഞ്ചുകളാണ് ഉള്ളത്. എലമെന്റ്സ് വെൽനസും അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓണും. എലമെന്റ്സ് വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഉള്ളത് എലമെന്റ്സ് വെൽനസിൽ. ഓൺ ആൻഡ് ഓണിലാണെങ്കിൽ ന്യൂട്രീഷണൽ പ്രോഡക്ട്സ് ആണ് ഓൺ ആൻഡ് ഓണിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നത്. അടുത്തതാണ് ആഹാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കറി പൗഡേഴ്സും അല്ലെ ഒക്കെ വരുന്നതാണ് ആഹാർ എന്ന് പറയുമ്പോൾ. ഇന്നത്തെ കാലത്തിൽ ഒരുപാട് മായങ്ങളൊക്കെ ചേർന്നിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വരുന്നത്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ആഹാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരുന്നത്. ന്യൂ സ്റ്റാർ ആണെങ്കിൽ ഒരുപാട് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ആണ്. ഒരുപാട് സോപ്സ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, ഓയിൽ ഒക്കെയാണ് ന്യൂ സ്റ്റാറിൽ വരുന്നത്. അതായത് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ആണ് അല്ലെ, നല്ല ഗുണനിലവാരമുള്ള പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ് ന്യൂ സ്റ്റാറിൽ വരുന്നത്. MI ഹോമിലാണെങ്കിൽ നമ്മുടെ വീടിന്റെ അകം കാത്തു സംരക്ഷിക്കണം അല്ലെ, എങ്കിൽ മാത്രമേ രോഗം ഒന്നും വരാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. നമ്മൾ നമ്മുടെ ശരീരത്തെ മാത്രം നോക്കി കണ്ടിട്ട് കാര്യമുണ്ടോ? നമ്മളെപ്പോഴും വൃത്തിഹീനമായിട്ടുള്ള ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്, കൊതുകും ഈച്ചയും ഒക്കെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് എങ്കിൽ നമ്മൾ നമ്മളുടെ ശരീരത്തിന് മാത്രം പരിപാലിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം വീടിനും കൂടി വൃത്തി ഒക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അല്ലെ ഡിറ്റർജൻസും ഡിഷ് വാഷുകളും ഒക്കെയാണ് MI ഹോമിൽ ഉള്ളത്. അതായത് ഹോം കെയർ പ്രോഡക്ട്സ് ആണ് MI ഹോമിൽ ഉള്ളത്. അടുത്ത 6ാമത്തെ ബ്രാൻഡ് ആയിട്ടുള്ള ഇന്ത്യ ഗ്രോ എന്ന് പറയുന്നത് അല്ലെ, ഒരുപാട് കാർഷിക വിളകളുടെ വർധനവിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അപ്പം ഇതിൽ എലമെന്റ്സ് വെൽനസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് ശാസ്ത്രത്തെയാണ്? ആയുർവേദം എന്ന് പറയുന്ന അനാദികാലം മുതലേ ഉള്ള ഒരു ശാസ്ത്രമായിട്ടുള്ള ആയുർവേദത്തെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ആയുർവേദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കാരണം ആയുർവേദത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. അപ്പം ഒരു രോഗവാനായി ഇരിക്കുന്ന ഒരുവന്റെ രോഗം മാറ്റുന്നതിനേക്കാളും ആയുർവേദം പ്രാധാന്യം നൽകുന്നത് ആരോഗ്യമുള്ള ഒരുവന്റെ ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കുന്നതിനാണ്. അത് തന്നെയാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസ് അല്ലെ, വെൽനസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വെൽനസ് പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ ഓരോ പ്രൊഡക്ട്സിനും വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മുടെ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ DBA നാരായണൻ സർ. അദ്ദേഹത്തിന് 45 വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. അദ്ദേഹം എക്സ്പേർട്ട് ആണ്, ഫാർമയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാബർ, ഹിന്ദുസ്ഥാൻ ലിവർ, ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. APIയിലെ ഒക്കെ ഒരു മെമ്പർ ആയിരുന്നു നമ്മളുടെ ഡോക്ടർ DBA നാരായണൻ സർ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ കമ്പനിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു 2019 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ആയിട്ട് എക്കണോമിക് ടൈംസ് MI ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനസിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് വളരെയധികം അല്ലെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഈ ദിവസങ്ങളിൽ നോക്കിയിട്ടുണ്ട് എലമെന്റ്സ് വെൽനെസിന്റേത് അല്ലെ. ഒരുപാട് അവയവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വെൽ ഹാർട്ട്, ലിവാഗെയിൻ, യൂറി ഫ്ലഷ് ആയിക്കോട്ടെ, മൈനർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിൽ നമ്മളുടെ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നമ്മൾ നോക്കിയതായിരുന്നു നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂളും. അലർജിന്റെ ഉള്ളത് നമ്മൾ നോക്കിയിരുന്നു, ആയുശ്വാസ് ഒക്കെ നമ്മൾ ആന്റി അലർജി നോക്കിയിരുന്നു, വുമൺ കമ്പാനിയൻ ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നു, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഏറ്റവും അധികമായിട്ട് അല്ലെ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ കരുതി വെക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നോവേദന ജെല്ലും അതേപോലെ തന്നെ നോവേദന ക്യാപ്സ്യൂളും. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കരുതി വെക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. വൂണ്ട് ഹീലിംഗ്. അപ്പം എന്താണ് വൂണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് അല്ലെ. പലതരത്തിലുള്ള മുറിവുകളുണ്ട്. അപ്പം ഈ പിക്ചറിൽ നിന്നും തന്നെ നിങ്ങൾക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവാൻ പറ്റും. പൊള്ളലേറ്റുക, അല്ലെങ്കിൽ പ്രമേഹം കാരണം ഉണ്ടാകുന്ന വ്രണങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മുറിവുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് അതാണ് വൂണ്ട് ഹീലിംഗ് അല്ലെ. മുറിവിനെ ഉണക്കാനായിട്ട് സഹായിക്കുന്നത്. മുറിവിനെ ഉണക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അത് കുറച്ചുകൂടി വളരെ വേഗത്തിൽ നടത്താൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? തൊലിപ്പുറത്താണ് അല്ലെ. അപ്പൊ നമ്മുടെ തൊലിക്ക് എന്താണ് കർമ്മങ്ങളാണ് തൊലി ചെയ്യുന്നത്? തൊലി എന്ന് പറയുന്നത് അല്ലെ വളരെയധികം വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള നമ്മളുടെ തൊലി എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് പാർട്ട്. നമ്മളുടെ ശരീരത്തിലെ ലാർജസ്റ്റ് പാർട്ടാണ് തൊലി എന്ന് പറയുന്നത്. ഈ തൊലി എന്ത് കർമ്മം കൂടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളുടെ ഇമ്മ്യൂണിറ്റി അല്ലെ, രോഗപ്രതിരോധനത്തിന്റെ ആദ്യഘട്ടത്തിലെ ഒരു എന്താണ് നമ്മൾക്ക് രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രതിരോധം നൽകുന്ന ഒന്നാണ് നമ്മുടെ തൊലി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ചുറ്റുപാടും അല്ലെ ഈ വായുവിൽ ഒരുപാട് കോടിക്കണക്കിന് ബാക്ടീരിയാസും ജേംസും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാനായിട്ട് ഒരു മെക്കാനിക്കൽ ബാരിയർ ആണ് തൊലി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചൂടിൽ ഒക്കെ വരുന്ന ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് അഫക്ട് ചെയ്യാതെയും സംരക്ഷിക്കുന്നതാണ് തൊലി എന്ന് പറയുന്നത്. ഈ തൊലിയിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഡെർമിസ്, എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ തൊലിയിലാണ് പലതരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്കറിയാം, മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിന്റെ ആഴമനുസരിച്ചും അത് ഏത് ഭാഗത്താണ് മുറിവ് വന്നത് എന്നതിനെയും ആശ്രയിച്ചിട്ടുമാണ് അത് ഉണങ്ങുന്നതിലുള്ള ആ ഒരു താമസം അല്ലെ, എത്ര വേഗത്തിലാണ് ഉണങ്ങുന്നത് എന്നുള്ള ആ ഒരു കാലം നിശ്ചയിക്കുന്നത്. അപ്പം ഈ മുറിവ് ഉണങ്ങുക ഇപ്പം ആഴ്ചകൾ എടുക്കും, 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മുറിവ് ഉണങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു മുറിവ് വന്നു, അത് ഉണങ്ങുന്നുണ്ട്. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കർമ്മമാണോ? അല്ല, ഇത് വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു കർമ്മമാണ് ശരീരത്തിൽ നടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഈ ഒരു മുറിവ് നമ്മൾക്ക് ഒന്ന് നോക്കാം. ഈ ഒരു മുറിവ് വരുന്ന സമയത്ത് എപ്രകാരമാണ് ശരീരം അതിനെ ഉണക്കുന്നത് എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ കൂടുതൽ 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹീമോസ്റ്റാസിസ്, ഇൻഫ്ലമേഷൻ, പ്രോലിഫറേഷൻ, റീമോഡലിംഗ്. അങ്ങനെ 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പം നമ്മള് അധികം ആഴത്തിലേക്ക് ചെന്ന് ഇറങ്ങിയിട്ടല്ലെങ്കിലും ഒന്ന് പ്രാഥമികമായിട്ട് നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഈ വൂണ്ട് എപ്രകാരമാണ് ഹീലാവുന്നത്, മുറിവ് എപ്രകാരമാണ് ഉണങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ എന്തുകൊണ്ടാണ് ഓരോ ഔഷധങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ കർമ്മം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറയാം എപ്രകാരമാണ് മുറിവ് ഉണങ്ങുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ആ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലുള്ള ഒരു മുറിവ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കും. കൈ ഇപ്പം മുറിഞ്ഞു. കൈ മുറിയുമ്പോൾ തന്നെ ആദ്യത്തെ ലക്ഷണം എന്താണ്? ഒരുപാട് ചോര അല്ലെ, രക്തം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ആദ്യം ഒരു മുറിവില് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം എന്താണ്? ആ രക്തഓട്ടത്തെ, രക്തം പോകുന്നതിനെ അറസ്റ്റ് ചെയ്യണം അല്ലെ, നിർത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പം രക്തത്തിൽ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, രക്തത്തിൽ 4 ഘടകങ്ങൾ, 4 സാധനങ്ങളാണ് രക്തത്തിൽ ഉള്ളത്. RBC, രക്താണുക്കൾ, വെള്ള രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്ലേറ്റ്ലെറ്റുകളുടെ കർമ്മം എന്തായിരുന്നു? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ടിങ്, രക്തത്തെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം എന്റെ കൈ ഇപ്പം മുറിഞ്ഞു.
അല്ലെങ്കിൽ ആ പിക്ചറിൽ കാണുന്നത് പോലെ മുറിഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് രക്തം അമിതമായിട്ട് പോകും. അപ്പൊ രക്തത്തെ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്യണം, രക്തോട്ടം നിർത്തണം. അപ്പൊ അങ്ങോട്ടേക്ക് ഒരുപാട് ബ്ലഡ് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ അവിടെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പം അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പൊ എന്തായി? ബ്ലീഡിങ് അല്ലെ, രക്തയോട്ടം നിന്ന് കഴിഞ്ഞു. അപ്പം അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കോടിക്കണക്കിന് ബാക്ടീരിയാസ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറാനായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മുറിവ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ബാക്ടീരിയാസും ജേംസും ഒക്കെ കയ്യിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെ. അപ്പം അതിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയണ്ടേ? അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നീർക്കെട്ട്. നീരുണ്ടാകും കയ്യിൽ അല്ലെ. മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ബൾജ് ചെയ്തിട്ടിരിക്കും, കുറച്ച് നീര് വന്നിരിക്കും. അപ്പൊ എന്താണ് ആക്ച്വലി ആ നീര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാസ്തവത്തിൽ എന്താണ് ആ നീര് എന്ന് പറയുന്നത്? ആ നീര് എന്ന് പറയുന്നതാണ് നമ്മളുടെ രക്തത്തിലെ രണ്ടാമത്തേതായിട്ടുള്ള WBC, വെള്ള രക്താണുക്കളുടെ പ്രാധാന്യമാണ് അവിടെ. അപ്പം എന്തൊക്കെയോ ബാക്ടീരിയാസും ജേംസും ഒക്കെ മുറിവിലൂടെ കയറിയിട്ടുണ്ട്. അപ്പം അതിനെ നീക്കം ചെയ്യണം. അതിനായിട്ടാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ഒരു വെള്ള രക്താണുവിന്റെ ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്, ഒരു ടൈപ്പാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യും? ഈ പറയുന്ന ബാക്ടീരിയാസിനെ ഒക്കെ നശിപ്പിക്കാനായിട്ട് ശേഷിയുള്ളതാണ് ന്യൂട്രോഫിൽ. അപ്പം അതുമായിട്ട്, ന്യൂട്രോഫിൽ നമ്മുടെ ശരീരത്തിലെ ഭടനാണ് എന്ന് പറയാം, യുദ്ധം ചെയ്യാനായിട്ടുള്ള ഭടന്മാരാണ്. അപ്പം യുദ്ധം ചെയ്യും അല്ലെ, ഈ ഫോറിൻ ബോഡി അല്ലെ, പുറമേ നിന്നും വന്നിട്ടുള്ള ഈ ഒരു ബാക്ടീരിയയുമായിട്ട് ഏറ്റുമുട്ടും. അപ്പം ഏറ്റുമുട്ടുമ്പോൾ ഒരുപാട് അവശിഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പം നമ്മുടെ തന്നെ സെൽസ് നശിച്ചു പോകും, ആ ബാക്ടീരിയാസും നശിച്ചു പോകും. അങ്ങനെ ഇരുഭാഗങ്ങളിലും ഒരുപാട് നാശനഷ്ടം ഉണ്ടാവും. ഈ നാശനഷ്ടങ്ങളെ ശരീരത്തിൽ നിന്നും മാറ്റണ്ടേ? അപ്പം അതിനായിട്ടാണ് രണ്ടാമത്തേതായിട്ടുള്ള മാക്രോഫേജ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവുന്നത്. ഡെബ്രിസ് എന്ന് പറയും, അവശിഷ്ടങ്ങൾ. അതിനെ നീക്കം ചെയ്യുക. അപ്പം ബാക്ടീരിയാസിനെ നശിപ്പിക്കുക, അതേപോലെ തന്നെ അവശിഷ്ടങ്ങളെയും കൂടി ശരീരത്തിൽ നിന്നും നീക്കുക എന്നുള്ളൊരു കർമ്മമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ശരി, നമ്മൾ ബ്ലീഡിങ്ങും അറസ്റ്റ് ചെയ്തു, ബാക്ടീരിയാസിനെയും അതേപോലെ തന്നെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെയും ഒക്കെ നീക്കം ചെയ്തു. ഇനി അടുത്തതായിട്ടുള്ളതാണ് പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇനി അവിടെ മുറിവ് വന്നു അല്ലെ, ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ആ മുറിവിനെ ഇനി നികത്തണം അല്ലെ. വളരെ വലിയൊരു വിടവാണ്, ഗ്യാപ്പാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ചേർത്ത് വെക്കണം അല്ലെ, ആ ഒരു ഇത് നികന്നു വരണം. അപ്പൊ അതിനായിട്ടുള്ള പ്രോസസ്സ്, കർമ്മങ്ങളാണ്, പ്രക്രിയകളാണ് ഈ പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. പുതിയ സെൽസ് ഉണ്ടാകുന്നുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്ന. ഈ നാലാമത്തെ ഘട്ടത്തിലാണെങ്കിലും ഈ ഉണ്ടായിട്ടുള്ള സെൽസും കോശങ്ങളും ബ്ലഡ് വെസൽസിനും ഒക്കെ ശക്തി നൽകുക, കുറച്ചുകൂടി സ്ട്രെങ്ത് നൽകുക, കുറച്ചുകൂടി നല്ല രീതിയിലായിട്ട് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് റീമോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് ഒരു മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും ഉണക്കാനായിട്ട് പോകുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ്, സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം ഇതിനായിട്ടുള്ള ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ വളരെ വേഗത്തിൽ നടത്താനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള ബാക്കിയുള്ള വൂണ്ട് ഹീലിംഗ് ക്രീമിനെ അപേക്ഷിച്ച് ഇതിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? അപ്പം മാർക്കറ്റിൽ ലഭിക്കുന്ന ആ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ആന്റിസെപ്റ്റിക് ആയിരിക്കും. എന്താണ് ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത്. മുറിവിനെ ഉണക്കാനായിട്ടുള്ളതൊന്നും അത്ര കണ്ടിട്ട് ഇല്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് മുറിവ് ഉണങ്ങുന്നതിനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഘട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തേതിൽ എന്താണ്? ക്ലോട്ടിങ് അല്ലെ, രക്തം കട്ട പിടിക്കണം വളരെ കൃത്യമായിട്ട്. പിന്നെയോ പിഗ്മെന്റേഷൻ, മുറിവെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ സ്കാറോ അല്ലെങ്കിൽ പാടോ അല്ലെങ്കിൽ കല എന്ന് പറയും അല്ലെ, ആ ഒരു കലയൊക്കെ നമ്മളുടെ തൊലിപ്പുറത്ത് ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ളതൊക്കെ മാറ്റി കളയണം അല്ലെ. അപ്പം അതും വേണം. അതേപോലെ തന്നെയോ കംപ്ലീറ്റ് ആയിട്ടുള്ള മുറിവ് ഉണങ്ങണം. ഇപ്പൊ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മുറിവൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പം കുറച്ചുകൂടി എന്താണ്, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ മുറിവ് ഉണങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് നമ്മളുടെ മുറിവ് ഉണങ്ങാനായിട്ട് വേണ്ടത്. അപ്പം ഈ ഗുണങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിവുള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. വൂണ്ട് ഹീലിംഗ് ക്രീമിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ആദ്യമായിട്ട് തന്നെ
കാൽസിനൈഡ് ജഷദ് അല്ലെങ്കിൽ യശദ ഭസ്മം, യശദ ഭസ്മമാണ് ചേർന്നിട്ടുള്ളത്. മഞ്ഞളുണ്ട്, കറ്റാർ വാഴയുണ്ട്, സാൽ റെസിൻ ഉണ്ട്, ടീ ട്രീ ഓയിൽ ഉണ്ട്, ദേവദാരു തൈലമുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ചട്ടി എന്ന് പറയുന്ന ഔഷധം കൂടി അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ യശദം എന്ന് പറയുന്നത്, യശദ ഭസ്മം എന്ന് പറഞ്ഞിട്ടുള്ളത് ആയുർവേദത്തിന്റെ ഒരു വിഭാഗമാണ് രസൌഷധീസ് എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തില് ആയുർവേദത്തിൽ ഒരുപാട് വൈഷജ്യ കൽപ്പന, ഭേഷജങ്ങളുണ്ട്. അതായത് ഔഷധങ്ങളെ ഉപയോഗിച്ച് നമ്മളുടെ ചെടികളിൽ നിന്നുമൊക്കെ കിട്ടുന്ന ആ ഒരു ഔഷധങ്ങളെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫോർമുലേഷൻസ്, ഒരുപാട് യോഗങ്ങൾ, കഷായം, അരിഷ്ടം ഒക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിനറൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. സിങ്ക്, മെർക്കുറി, സൾഫർ, അത്തരത്തിലുള്ള ഒരുപാട് മിനറൽസിനെ ഉപയോഗിച്ചിട്ടുമുള്ളതും കൂടിയിട്ടുണ്ട്. അത് വരുന്ന വിഭാഗമാണ് രസൌഷധീസ് എന്ന് പറയുന്നത്. അപ്പം അതിലൊന്നാണ് യശദ ഭസ്മം അല്ലെങ്കിൽ സിങ്ക് ആണ് വരുന്നത്. സിങ്ക് സപ്ലിമെന്റ് ആണ് ഈ യശദ ഭസ്മം എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഒരു മുറിവ് ഉണങ്ങുന്നതിനായിട്ട് സിങ്കിന്റെ ആവശ്യമുള്ളത്? സിങ്ക് എന്താണ് ഈ മുറിവ് ഉണങ്ങുന്നതിൽ ചെയ്യുന്നത്? സിങ്ക് എന്ന് പറയുന്നത് സിങ്കിന്റെ ശരീരത്തിൽ സിങ്കിന്റെ അഭാവത്തിൽ എന്താണ് നടക്കുന്നത്? മുറിവൊക്കെ വളരെ മെല്ലെയാണ് ഉണങ്ങുന്നത്. അപ്പം സിങ്ക് ഒരു മുറിവ് ഉണങ്ങാനായിട്ട് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീമില് സിങ്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് എക്സസ് ആയിട്ടുള്ള, അത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി എന്താണ് നമ്മൾക്ക് നേടിത്തരുന്നത്? ഒരുപാട് രക്തം പോകുന്നതിൽ നിന്നുമുള്ള ഒരു പ്രിവെൻഷൻ ആണ് നമ്മൾക്ക് തരുന്നത്, അല്ലെ? ഈ യശദം എന്ന് പറയുന്നത് ആന്റി പൈററ്റിക് കർമ്മമുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആന്റി പൈററ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീര് വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ചൂടുണ്ടാകും, അല്ലെ? ടെമ്പറേച്ചർ റേസ്ഡ് ആയിരിക്കും, ചൂടുണ്ടാവും. അപ്പം അതിനെ കുറക്കാനായിട്ടും അതേപോലെ തന്നെ ആ നീരിനെ കുറക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന കർമ്മങ്ങളാണ് നമ്മളുടെ യശദം അല്ലെങ്കിൽ സിങ്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹെമാറ്റോജനിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. എന്താണ് ഹെമാറ്റിനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനാണ് ഹെമാറ്റിനിക് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കർമ്മമുണ്ട്. അതോടൊപ്പം തന്നെ ഹെമാറ്റോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രക്താണുക്കളുടെ അളവിനെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, രക്താണുക്കളുടെ ഉൽപാദനം കുറച്ചുകൂടി വേഗത്തിൽ നടത്താനും കൂടി സഹായിക്കുന്നതായിട്ടുള്ളതാണ് യശദം അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് റീമോഡലിംഗ് പോലുള്ള ആ പ്രോലിഫറേഷൻ, റീബോളലിംഗ്, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്നതായിട്ടുള്ളതാണ്. പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് യശദം അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് അലോയിവേറ അല്ലെങ്കിൽ കറ്റാർ വാഴ. അപ്പം കറ്റാർ വാഴ, അല്ലെ, ഞാൻ 95 കറ്റാർ വാഴയെ പറ്റി പറഞ്ഞിരുന്നു, അല്ലെ? കറ്റാർ വാഴ എന്ന് പറയുന്നത് വളരെ ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് വ്യാധികളിൽ, അസുഖങ്ങളില് ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്കറിയാം, അല്ലെ, അതിനെന്താണ്, സ്കിന്നൊക്കെ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് കറ്റാർ വാഴയ്ക്കുള്ളത്. അതേപോലെ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്, ഒരു തണുപ്പാണ് തരുന്നത്, അല്ലെ? ഇപ്പൊ പൊള്ളലൊക്കെ പറ്റുമ്പോഴത്തേക്കും ഭയങ്കര ചൂടും പുകച്ചിലും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ കറ്റാർ വാഴ ആൾക്കാര് അതിന്റെ പുരട്ടും, അല്ലെ? അതിന്റെ പുറമെ പുരട്ടും. അപ്പൊ എന്തിനാണ്? അതിനൊരു ശീതഗുണം അല്ലെങ്കിൽ കൂളിംഗ് ആയിട്ടുള്ള ഒരു തണുപ്പ് തരുന്ന ഒരു കഴിവാണ് കറ്റാർ വാഴയ്ക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വൂണ്ട്, ഈ മുറിവിനെ നികത്താനും അത് വളരെ വേഗത്തില് ആ മുറിവിനെ ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ് നമ്മുടെ ഘൃതകുമാരി അല്ലെങ്കിൽ കറ്റാർ വാഴ എന്ന് പറയുന്നത്. അടുത്തതാണ് മഞ്ചട്ടി എന്ന് പറയുന്നത്. ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഔഷധമാണ് മഞ്ചട്ടി എന്ന് പറയുന്നത്. അപ്പം മഞ്ചട്ടിയെ ചരകാചാര്യന് പറഞ്ഞിരിക്കുന്നത് വർണ്ണ്യം എന്ന് പറഞ്ഞതിലാണ് ചരകാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. വർണ്ണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ത്വക്കിനൊക്കെ കളർ ചെയ്യുന്നതായിട്ടുള്ള കർമ്മമാണ് എന്തിനുള്ളത്? മഞ്ചട്ടിക്ക് ഉള്ളത്. അതിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട്, ആ ഒരു കണ്ടന്റ് ആണ് വർണ്ണ്യം എന്നുള്ളത്. ത്വക്കിലൊക്കെ നല്ല കളർ, നല്ല സ്കിന്നിലൊക്കെ നല്ല കളർ തരാനായിട്ട് കഴിവുള്ള ഒന്നാണ്, ഒരു ഔഷധമാണ് മഞ്ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തിനാണ് ഒരു കളർ തരുന്ന ഒന്ന് നമ്മളുടെ വൂണ്ട് ഹീലിംഗ് ക്രീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞു, അല്ലെ, മുറിവ് ഉണങ്ങുമ്പോഴത്തേക്കും കല അല്ലെങ്കിൽ പാട്, സ്കാർ ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവുന്നത് നല്ലതാണോ? അല്ല, നമുക്കത് വേഗത്തിൽ മായ്ച്ചു കളയണം, അല്ലെ? അപ്പൊ അത്തരത്തിലൊരു ഗുണം, അത് വേഗത്തിൽ മായ്ച്ചു കളഞ്ഞ്
സ്കിന്നിന്റെ നോർമൽ ടെക്സ്ചറിലേക്ക്, ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നിറത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ചട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രക്തശോധക ഗുണമുണ്ട്, അതായത് രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഗുണമുണ്ട്. അതേപോലെ തന്നെ രക്തവർദ്ധകം, രക്തത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഗുണമുണ്ട്. രക്തസ്തംഭകം, അതായത് ക്ലോട്ടിംഗ് അല്ലെ, രക്തം അമിതമായിട്ട് രക്തം പോകുമ്പോൾ അതിനെ സ്തംഭിപ്പിക്കണം, അതിനെ നിർത്തിവെക്കണം. അപ്പൊ ക്ലോട്ടിങ്ങിന്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതും കൂടി ആയിട്ടുള്ള ഒരു ഔഷധമാണ്. ഇത്രയും ഗുണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള മഞ്ചട്ടിക്ക് ഉള്ളത്. തീർത്തും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മളുടെ മഞ്ചട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സുശ്രുതാചാര്യൻ, ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്ന സുശ്രുതാചാര്യൻ പറഞ്ഞിരിക്കുന്നത്, പ്രമേഹത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പ്രമേഹത്തിലുള്ള ലക്ഷണങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് വർഷങ്ങളായിട്ട് പ്രമേഹമുള്ള ആൾക്കാരിലാണെങ്കിൽ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് എടുക്കുന്ന കാലതാമസം വളരെ വലുതാണ് അല്ലെ. ദീർഘകാലങ്ങളായിട്ട് ആ ഒരു വ്രണം അതേപോലെ ഇരിക്കും. ആയുർവേദത്തിലാണെങ്കിൽ അതിന് ദുഷ്ടവ്രണം എന്ന് പറയും. പ്രമേഹജന്യ ദുഷ്ടവ്രണം, പ്രമേഹം കാരണമായിട്ടുള്ള വ്രണമാണെങ്കിൽ അങ്ങനെ പറയും. അപ്പം അത്തരത്തിലുള്ള വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് ഒരുപാട് കാലതാമസമാണ് ഈ പറഞ്ഞ പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ്? കാരണം പ്രമേഹ രോഗികളുടെ രക്തക്കുഴലുകൾക്കൊക്കെ അതിന്റെ നോർമൽ ആയിട്ടുള്ള, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കർമ്മം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. വെസൽസ് ഒക്കെ ക്ഷീണിച്ചു വരികയാണ് ചെയ്യുന്നത്. നെക്രോസിസ് ആണ് അല്ലെ, എന്താണ്, ടിഷ്യൂസ് ഒക്കെ, കോശങ്ങളൊക്കെ രക്തം കിട്ടാതെ വരുമ്പം നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് സുശ്രുതാചാര്യൻ മഞ്ചട്ടിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. മഞ്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിവിനെ ഉണങ്ങാൻ, അതിന് പറയും ആയുർവേദത്തിൽ രോപണം എന്ന് പറയും. രോപണം കർമ്മം എന്ന് പറയും, അതായത് ഹീലിംഗ് പ്രോപ്പർട്ടി, ഒരു മുറിവിനെ ഉണക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒന്നാണ് നമ്മുടെ മഞ്ചട്ടി എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഇതില് കുറച്ച് എണ്ണകൾ, തൈലങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുങ്ങിന്റെ എണ്ണ, അതേപോലെ തന്നെ ദേവദാരു തൈലം, ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. കരഞ്ച ഓയിൽ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് മുറിവിനെ ഉണക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നീരിനെയൊക്കെ ഉള്ള ഒരു ശമനം തരുന്നതായിട്ടുള്ളതാണ്. ദേവദാരു തൈലം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ദുഷ്ടവ്രണ വിശോധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു അല്ലെ, ദുഷ്ടവ്രണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ദീർഘകാലങ്ങളായിട്ട് വ്രണം ഉണങ്ങാതെ നിൽക്കുന്നത്. അത്തരത്തിലൊക്കെ ദുഷ്ടവ്രണ വിശോധനം, അത്തരത്തിലുള്ള വ്രണങ്ങളിലൊക്കെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ഔഷധം എന്നുള്ള ഒരു രീതിയിലാണ് ദേവദാരുവിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു ആന്റിസെപ്റ്റിക് കർമ്മമാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആയിട്ടുള്ള കർമ്മമാണ്. മുറിവിനേക്ക് വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണക്കാനൊക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ് ദേവദാരു എന്ന് പറയുന്നത്. അടുത്തതാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് 2013 ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഞാൻ നമ്മളുടെ വേദനയിലും പറഞ്ഞിരുന്നു, ടീ ട്രീ ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടീ ട്രീ ഓയിൽ എന്തിനാണ്? ടീ ട്രീ ഓയിൽ ആന്റി സെപ്റ്റിക് ആണ്, അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നതിന്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഒരുപാട് കർമ്മങ്ങളാണ് അല്ലെ ചെയ്യുന്നത്. അതോടൊപ്പം മഞ്ഞൾ ഉണ്ട്. മഞ്ഞൾ ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. സാൽട്രീന്റെ റെസിൻ അടങ്ങിയിട്ടുണ്ട്, വേദന നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മുറിവിനെ ഉണക്കാനൊക്കെ സഹായിക്കുന്നതും കൂടിയിട്ടുള്ള ഒന്ന് ആണ്. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, 6 അത്ഭുതമായിട്ടുള്ള 6 ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്. ഏതൊക്കെയാണ്? ആദ്യമായിട്ടുള്ളത് ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ നിവാരണം ചെയ്യുന്നു. അതോടൊപ്പം ബ്ലഡ് ക്ലോട്ടിങ് വർദ്ധിപ്പിക്കുന്നു. ആന്റിസെപ്റ്റിക് അല്ലെ, ഇൻഫെക്ഷൻസിനെതിരെ പ്രവർത്തിക്കുന്നത് ഒന്നാണ്. സ്കിൻ റിപ്പയർ ഒക്കെ, മുറിവൊക്കെ ഉണങ്ങുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ മുറിവ് ഉണക്കാനും, അതേപോലെ തന്നെ ആ ഒരു കല അല്ലെങ്കിൽ പാടൊക്കെ വളരെ വേഗത്തിൽ മായ്ച്ചു കളയാനും കൂടി സഹായിക്കുന്നത് ഒന്നും കൂടിയിട്ടാണ്. സ്കാർ വരാതെ സഹായിക്കുന്നു. അതേപോലെ പ്രമേഹത്തിലൊക്കെ നമ്മൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ അല്ലെ, മഞ്ചട്ടിയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ ദുഷ്ടവ്രണത്തിലൊക്കെ നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എലമെന്റ്സ് വെൽനസിന്റെ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്
സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ തൊലിപ്പുറത്തുള്ള മുറിവുകളിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പൊള്ളലേറ്റതിലാണ് ഉപയോഗിക്കേണ്ടത്. റിപ്പീറ്റ് ആയിട്ട് 8 മണിക്കൂർ ഇടവിട്ടിട്ട് ഇത് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ഒരു മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാദ്യം അതിന്റെ ശുചിത്വം ഒന്ന് പാലിക്കണം. അതാദ്യം നല്ല പോലെ ഒന്ന് കഴുകി, വെള്ളത്തിൽ വെച്ച് ഒന്ന് കഴുകി, ഇപ്പം തട്ടി മുട്ടി അല്ലെങ്കിൽ വീണിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പം മണ്ണൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലോണം വെള്ളത്തില്, പൈപ്പിന്റെ വെള്ളത്തിൽ അത് നല്ല പോലെ കഴുകിയതിന് ശേഷം ആ വെള്ളത്തിന്റെ ആ നനവൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇത് പുറമെ തേക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത് ഒരു കാരണവശാലും കണ്ണിലും മൂക്കിലും ഒന്നും പോയിട്ട് കോണ്ടാക്ട് വരാനായിട്ട് പാടില്ല. ഇത് 2nd ഡിഗ്രിയും അതേപോലെ തന്നെ 4th ഡിഗ്രി ബേൺസിലൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിച്ചോളൂ, കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ 1st ഡിഗ്രി ബേണിലൊക്കെയാണ് ആദ്യത്തെ ജസ്റ്റ് ഒരു പൊള്ളലേറ്റതിന്റെ ഡിഗ്രീസ് പറയുന്നുണ്ട്. 1st ഡിഗ്രി, 2nd ഡിഗ്രി, 3rd ഡിഗ്രി, 4th ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ആദ്യഘട്ടത്തിലൊക്കെയാണ്, ജസ്റ്റ് ഒരു പൊള്ളലിലാണ് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഡയബറ്റിക് വൂണ്ടില്, പ്രമേഹം കാരണമുള്ള മുറിവിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരു 2ഉം 3ഉം പ്രാവശ്യം ഉപയോഗിച്ചിട്ടും ഒരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, 2ഉം 3ഉം പ്രാവശ്യം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ആ വ്യക്തിയോട് ഉപയോഗിച്ചോളൂ, ഒരാഴ്ച ഉപയോഗിച്ചോളൂ, 2 ആഴ്ച ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കരുത്. എത്രയും വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറയണം. എന്തുകൊണ്ടാണ്? ഞാൻ ഡയബ ലൈഫ് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു അല്ലെ, ഒരു വ്യക്തി, ഒരു പേഷ്യന്റ് വന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു. അപ്പം അത്തരത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മുറിവ് ഉണക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഊർധ്വഭാഗത്തിലേക്ക്, അത് വികസിച്ച് ഏത് ഭാഗത്താണ് ഒരുപാട് കോശങ്ങളെ അത് നശിപ്പിക്കാനായിട്ട് നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ്. അതായത് നെക്രോസിസ് എന്ന് പറയും. ഓരോ ടിഷ്യൂസ്, കോശങ്ങളൊക്കെ മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ 2ഉം 3ഉം പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടും ഒരു റിസൾട്ടും നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, റിസൾട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുറിവ് ഉണങ്ങുന്നില്ല, അതേപോലെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയോട് ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. അപ്പം ഇതിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട്. അതിൽ ഒന്ന് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതില് എന്താണ് അടങ്ങിയിട്ടുള്ളത്? സിങ്ക് ഉണ്ട്, അലോയിവേര, കറ്റാർ വാഴയുണ്ട്, ടീ ട്രീ ഓയിൽ, ദേവദാരു, കരഞ്ച ഓയിൽ ഒക്കെ ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ മഞ്ചെട്ടി എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഔഷധത്തെയാണ് നിങ്ങൾ ഏവരും ഓർത്തിരിക്കേണ്ടത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഏവരുടെയും വീടുകളിലെ ഫസ്റ്റ് എയ്ഡില് കരുതി വെക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗ് ക്രീമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് കടക്കാം അല്ലെ. അടുത്ത പ്രൊഡക്റ്റ് ഏതാണ്? ചാമ്പിയൻ ഓയിൽ ആണ് അല്ലെ. ചാമ്പിയൻ. അപ്പം എന്താണ് ചാമ്പിയൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ചെറിയ രീതിയിലുള്ള മസ്കുലാർ പെയിൻ, മസ്കുലാർ ഏക്കിലും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള തൊലിപ്പുറത്തുള്ള ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള ഒരു പ്രതിവിധിയാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാളും ഒക്കെ ഉപരി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നതാണ് മസാജ് ചെയ്യുക. ആയുർവേദത്തിലാണെങ്കിൽ അഭ്യംഗം എന്ന് പറയും അല്ലെ. സ്കിന്നിൽ മസാജ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾക്ക് മസാജിങ്ങിന് ഉപയോഗിക്കാനായിട്ട്, അല്ലെ എണ്ണ തേച്ച് കുളി അല്ലെ, അതൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചാമ്പിയൻ എന്ന് പറയുന്നത്. അപ്പം അഭ്യംഗം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ആയുർവേദത്തില് ബ്രാഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. ആയുർവേദത്തിന്റെ ഗുണങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ആള് കൃത്യമായിട്ട് എപ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. കാലത്തെ ഏത് സമയത്ത് എഴുന്നേൽക്കണം, എഴുന്നേറ്റതിന് ശേഷം പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് വെച്ച് പല്ല് തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ്, വാഗ്ഭടാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണ് അഭ്യംഗത്തെ പറ്റിയിട്ടുള്ളത്, അതായത് എണ്ണ തേക്കുന്നതിനെ പറ്റിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് അഭ്യംഗമാചരേ നിത്യം സ ജരാശ്രമ വാദജാഹ ദൃഷ്ടി പ്രസാദ പുഷ്ടി ആയുഹു സ്വപ്ന സുത്വ ധാർഢ്യകൃത് ശിരഃ ശ്രവണപാദീഷു തം വിശേഷേണ ശീലയേത്. അതായത് അഭ്യംഗമാചരേ നിത്യം, അതായത് എല്ലാ ദിവസവും എണ്ണ തേച്ച്
എണ്ണ തേക്കുന്നത് നിർബന്ധമാക്കണം. നിത്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ തേക്കുന്നത്. എന്തിനാണ്? അതെന്താണ് നൽകുന്നത്? ദൃഷ്ടിപ്രസാദ പുഷ്ടിയായുഹു, അതായത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. നല്ല പോലെ ദാർഢ്യം, നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത് തരുന്നതാണ്. സ്വപ്നം, നന്നായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അറിയാം അല്ലെ? വാദം, ഞാൻ നേരത്തെ നോവേദന ജെല്ലില് കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? വാർദ്ധക്യത്തിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും വാദവർദ്ധനവ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ വേദനയ്ക്കൊക്കെ കാരണം വാദദോഷമാണ്. അപ്പൊ ആ ഒരു വാദത്തെ മാനേജ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് എണ്ണ തേക്കുന്നത് എന്ന് പറയുന്നത്. വാദത്തെ നിവാരണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും എവിടെയാണ് ഇത് തേക്കേണ്ടത്? ശിരഹ ശ്രവണ പാദേഷു തം വിശേഷേണ ശീലയത്. അതായത് പ്രത്യേകിച്ചും നിങ്ങളുടെ തലയിലും ചെവിയിലും അതേപോലെ തന്നെ പാദത്തിലുമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, തേക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഗുണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള എണ്ണ തേക്കുന്നതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം അറിയാം അല്ലെ? എണ്ണ തേച്ച് നമ്മൾ എണ്ണ ഫുൾ ശരീരത്തിൽ തേച്ച് കുറച്ചു നേരം ഒരു 30-45 മിനിറ്റ് നിന്ന് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്ക് വളരെ ഒരു ഉന്മേഷമാണ്. ഇത് ചെയ്ത ആൾക്കാർക്ക് അറിയാം, വളരെ നല്ലൊരു ഉന്മേഷമാണ് ഉണ്ടാവുന്നത്. നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്. നമ്മളുടെ സ്കിന്നിലൊക്കെ നല്ലൊരു ഗ്ലോ ആണ്. നമ്മളുടെ മനസ്സിനൊക്കെ ഒരു മെന്റൽ അലേർട്ട്നെസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ളതാണ്. നമ്മളുടെ സന്ധികളിലൊക്കെ ഒരു ലൂബ്രിക്കേഷൻ തരുന്നതാണ്. മസിൽ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ളത് ഒക്കെയുള്ള ഒരു കാര്യമാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളതാണ് എണ്ണ തേക്കുന്നത്. അപ്പം അത്തരത്തിൽ എണ്ണ തേക്കാനായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന ആ ഒരു തൈലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രത്തോളമാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഓരോ മുക്കിലും മൂലയിലുമായിട്ടാണ് സ്പാ വരുന്നത് അല്ലെ? സ്പാ എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്താണ്? ഒരുപാട് മസാജ് സെന്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരാണ് അവിടെ പോയിട്ട് മസാജ് ചെയ്യുന്നത്. അപ്പം അത്രയധികം മാർക്കറ്റ് വാല്യൂ ആണ് ഈ പറയുന്ന മസാജിങ്ങിന് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്, നമ്മുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന ഈ ഒരു ഓയില് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ചാമ്പ്യൻ. ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതില് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതും അതേപോലെ തന്നെ എണ്ണയിൽ അലിഞ്ഞു ചേരുന്നതുമായിട്ടുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഞങ്ങൾ കുറുന്തോട്ടി ഇട്ടിട്ടുണ്ട്, മുതിര, കണ്ടകാരി ചുണ്ട, മഞ്ചട്ടി, ടീ ട്രീ ഓയിൽ, വേപ്പെണ്ണ, അതേപോലെ തന്നെ ഉഴുന്ന്, എള്ളെണ്ണ, തേജപത്രം ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേതായിട്ടുള്ളതാണ് ഇതിൽ എള്ളെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. എള്ളെണ്ണയുടെ ഗുണം എന്താണ്? അതിന്റെ ഗുണം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി നമ്മളുടെ ശരീരത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു കഴിവാണ് ഇതിന് ഉള്ളത്. അപ്പം ഇത് എവിടെയൊക്കെ തേക്കാം? എല്ലാ ഭാഗങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ തേക്കാം, മുഖത്ത് തേക്കാം അല്ലെ, തൊലിപ്പുറത്ത് തേക്കാം, അതേപോലെ തന്നെ മുടിയിലും തേക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തല മുതൽ കാല് വരെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിധി പ്രകാരമാണ് ചാമ്പ്യൻ തൈലം നിർമ്മിച്ചിട്ടുള്ളത്. ഏത് വിധി പ്രകാരമാണ്? അതാണ് തൈലപാക വിധി എന്ന് പറയുന്നത്. എന്താണ് തൈലപാക വിധി എന്ന് പറയുന്നത്? ആയുർവേദത്തില് ഒരു വിഭാഗമുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വിഷയം വരുന്നതാണ് ഭൈഷജ്യകൽപ്പന എന്ന് പറയുന്നത്. ഭേഷജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔഷധം, അതിന്റെ കൽപ്പന, അതിന്റെ ഫോർമുലേഷൻസ്. അതായത് ഒരു ഔഷധങ്ങളാൽ പല വിധത്തിലുള്ള കൽപ്പനകൾ നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചരകാചാര്യനാണ് പറഞ്ഞിരിക്കുന്നത് 5 കൽപ്പനകളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വരസം, കൽക്കം, കഷായം, ഹിമം, ഫാണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വരസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഔഷധത്തിന്റെ നീരെടുക്കാം അല്ലെ, അതൊരു കൽപ്പനയാണ്. കൽക്കം അതിന്റെ പേസ്റ്റ് ആക്കാം അല്ലെ, അത് ചതച്ചിട്ട് അതിന്റെ പേസ്റ്റ് ആക്കാം. അതിന്റെ കഷായം വെക്കാം, അതിന്റെ തണുത്തതായിട്ടുള്ള ഒരു രാത്രിയിൽ വെച്ചതിന് ശേഷം എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചതായിട്ടുള്ളതും ഉപയോഗിക്കാം. അങ്ങനെ 5 വിധത്തിലുള്ള കൽപ്പനകളാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെയുള്ള കൽപ്പനകളാണ് തൈല കൽപ്പന, ഘൃതകൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്രകാരമാണ് എണ്ണ ഉണ്ടാക്കേണ്ടത്, എണ്ണ കാച്ചേണ്ടത് എപ്രകാരമാണ്. അതേപോലെ തന്നെ നെയ്യ് ഉണ്ടാക്കേണ്ടത്, നെയ്യിൽ ഒരുപാട് തരത്തിലുള്ള നെയ്യൊക്കെ വരുന്നുണ്ട് അല്ലെ, അപ്പൊ എപ്രകാരമാണ് നെയ്യ് ഉണ്ടാക്കേണ്ടത്, നെയ്യിൽ
എപ്രകാരമാണ് ഔഷധങ്ങൾ ഒക്കെ കാച്ചിട്ട് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിധിയൊക്കെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാമ്പ്യൻ ഓയിൽ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തൈലപാക വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഈ പറയുന്ന ചാമ്പ്യന് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എപ്രകാരമാണ്, എന്താണ് ഈ തൈലപാക വിധി എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് നമ്മളിപ്പം കുറെ ഞാൻ പറഞ്ഞു അല്ലെ, ഔഷധങ്ങൾ പറഞ്ഞു, കുറുന്തോട്ടിയുണ്ട്, മുതിരയുണ്ട്, അങ്ങനെ കുറെ ഔഷധങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, മഞ്ചട്ടി. അപ്പം ഈ ഔഷധങ്ങളുടെയൊക്കെ ആദ്യം വെക്കേണ്ടത് കഷായം വെക്കണം. അപ്പൊ കഷായം വെക്കാൻ പല ആചാര്യന്മാര് പല ഒപ്പീനിയനാണ്, നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 16 ഇരട്ടി വെള്ളത്തില് അതിനെ 8 ഇരട്ടിയായി വറ്റിക്കാൻ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 8 ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിനെ 4-1 അല്ലെ, 4 അതിനെ വറ്റിച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ അതായത് അങ്ങനെ വറ്റിച്ചെടുക്കാൻ പറയുന്നത് എന്താണ്, അത്രയ്ക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ലഭിക്കേണ്ടത്. അപ്പം അതാണ് കഷായം എന്ന് പറയുന്നത്. അപ്പം അതില് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, കഷായം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളുടെ കഷായം വെക്കും. അപ്പൊ ആ കഷായം വെച്ചതിന് ശേഷം അതിനെ നമ്മൾ അരിപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ അരിച്ചെടുക്കും. അപ്പൊ അതിലുള്ള ആ ഔഷധങ്ങളൊക്കെ പോയി അതിന്റെ ഔഷധ മൂല്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ വെള്ളത്തിലേക്ക് അല്ലെ, കഷായത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിരിക്കും. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് പേസ്റ്റ് ആക്കും. ഈ പറഞ്ഞ ഔഷധക്കൂട്ടുകളുടെ പൊടി അല്ലെങ്കിൽ ചൂർണം എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ടോ അതിനെ പോട്ടലി ആക്കും. പോട്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഴി പോലെ, അത് ഒരു ഈ പറഞ്ഞ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത്തരത്തിൽ ഒരു കിഴിയായിട്ട് കെട്ടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ പോട്ടലിയും നമ്മളുടെ ഈ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കഷായവും കൂടി എണ്ണയിലേക്ക് ആഡ് ചെയ്യും. ഈ മൂന്നാമത്തെ പിക്ചറിൽ നോക്കിയാൽ അറിയാം. അപ്രകാരം എണ്ണയിൽ വെച്ചതിന് ശേഷം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര നേരം തിളപ്പിക്കണം, അതിലെ വെള്ളത്തിന്റെ അംശം തീർത്തും പോകുന്നത് വരെ തിളപ്പിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തൈലപാകവിധി എന്ന് പറയുന്നത്. ഇപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന ഓയില്. അപ്പം ഇതിന്റെ ഈ ഔഷധങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ കുറുന്തോട്ടി എന്ന് പറയുന്നത് വളരെയധികം വലിയ വാതഹരമായിട്ടുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. മുതിര എന്ന് പറയുന്നത് ആന്റി ഇൻഫെക്റ്റീവ് കർമ്മങ്ങളുണ്ട്. മഞ്ചട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു തൊട്ടു മുന്നിൽ വൂണ്ട് ഹീലിംഗിൽ അല്ലെ, മഞ്ചട്ടിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. മഞ്ചട്ടി എന്ന് പറയുന്നത് വർണ്ണ്യമാണ്, സ്കിന്നിന് കുറച്ചൊരു ഒരു ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് മഞ്ചട്ടി എന്ന് പറയുന്നത്. പിന്നെ ഉഴുന്നൊക്കെ കുറച്ചുകൂടി നമ്മളുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, മസിൽ ടോൺ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഉഴുന്ന്. ഞവരാരി, അതേപോലെ തന്നെ വേപ്പെണ്ണ എന്ന് പറയുന്നത് അറിയാം അല്ലെ, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളാണ് വേപ്പിനുള്ളത്. അപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചില്, ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ചാമ്പ്യൻ ഓയിൽ പുരട്ടാവുന്നതാണ്. അതോടൊപ്പം ഇതിൽ ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീ ട്രീ ഓയിലിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ആന്റി ഡ്രാൻഡ്രഫ് കർമ്മം കൂടിയിട്ടാണ് ഉള്ളത്. അതായത് താരനെ നിവാരണം ചെയ്യുക എന്നുള്ള ഒരു കർമ്മം കൂടിയിട്ടാണ് നമ്മളുടെ ടീ ട്രീ ഓയിലിൽ ഉള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിൽ അധികം പ്രോഡക്ട്സ് ഒന്നും തന്നെ മാർക്കറ്റിൽ ലഭ്യമായിട്ടില്ല. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇത് നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്, നമ്മളുടെ തലയോട്ടിന്റെ ആരോഗ്യം അല്ലെ, ഹെയർ ഒക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്, മുടി കൊഴിച്ചില് തടയാൻ സഹായിക്കുന്നതാണ്, നമ്മളുടെ കൈകളിലൊക്കെ ഒരു സ്റ്റിഫ്നെസ്, ഞാൻ നേരത്തെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഞാൻ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ വേദനയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാകുന്നു റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ. അപ്പം അത്തരത്തിലുള്ള സ്റ്റിഫ്നെസ് ഒന്നും വരാതെ അതിനെ നിവാരണം ചെയ്യാനായിട്ടും താരൻ അകറ്റാനായിട്ടും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ ശരീരത്തിന്റെ ആഴത്തിലേക്ക്, തൊലിയിൽ നിന്നും ആഴത്തിലേക്ക് അകത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു കർമ്മമൊക്കെയാണ് നമ്മളുടെ ചാമ്പ്യൻ തൈലത്തില് ഉള്ളത്. ഇനി ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്, നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കയ്യിലേക്ക് എടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് എന്ന് വെച്ചാൽ ഫുൾ അല്ലെ, ഞാൻ പറഞ്ഞു എണ്ണ തേച്ച് കുളി അല്ലെ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു, അഭ്യംഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്തതിനു ശേഷം ഒരു 30 മിനിറ്റ്
ഇരുന്നതിന് ശേഷമാണ് കുളിക്കാനായിട്ട് പോകേണ്ടത്. അപ്പൊ കുളിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്, സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. സോപ്പ് കഴിവതും ഉപയോഗിക്കരുത്. കാരണം ചെറിയ രീതിയിലുള്ള ആ ഒരു ഓയിലിന്റെ അംശം, ആ ഒരു എണ്ണയുടെ അംശം നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ഇതപ്പം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം. 3 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാം അല്ലെ, കുട്ടികൾക്കൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ വളരെ വലിയൊരു കാര്യമാണ് അല്ലെ. അപ്പം അതിനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു എണ്ണയാണ്, ഒരു തൈലമാണ് ചാമ്പ്യൻ തൈലം. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളമാണ്? 5000 കോടിയിലും അധികമാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 100 കോടി ഇന്ത്യക്കാർക്കൊക്കെയാണ്, അതിന്റെ ഒരു കണക്കെടുത്തപ്പോഴത്തേക്കും 100 കോടി ഇന്ത്യക്കാരൊക്കെയാണ് ഈ പറയുന്ന മസാജിങ്ങിനും അതുവഴി ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിലും ഒക്കെ പ്രാധാന്യം നൽകുന്നതായിട്ടുള്ളത്. അതായത് വളരെ വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് മുൻപിൽ ഉള്ളത്. ഈ ചാമ്പ്യന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരാണ് ചാമ്പ്യൻ വാങ്ങിക്കാനായിട്ട് വരിക. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് തേച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു 30 മിനിറ്റ് നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു അല്ലെ, എന്നിട്ട് മാത്രമേ കുളിക്കാൻ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പം ഇരിക്കുമ്പോൾ പോയിട്ട് AC ഒക്കെ ഓൺ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇരിക്കാം എന്ന് ഒരിക്കലും ചെയ്യരുത്. അപ്പൊ AC ഓൺ ചെയ്യുകയും ചെയ്യരുത്. എയർ കണ്ടീഷണഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഒരിക്കലും ഇരിക്കരുത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സോപ്പ് ഉപയോഗിക്കരുത്. വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള പയർ പൊടിയൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇത് പുറമേ ഉള്ളൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് കണ്ണിന്റെ അകത്തൊന്നും പോയിട്ട് തേക്കാതെ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള ഇറിറ്റേഷൻ ഒക്കെയാണ് എന്നും കരുതി വലിയ രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള സ്കിൻ ഡിസോർഡേഴ്സ്, അതായത് ഇപ്പം സോറിയാസിസ് അത്തരത്തിലുള്ളതിലൊന്നും ഇത് ഉപയോഗിക്കരുത്. അതെല്ലാം മാറും എന്ന് പറഞ്ഞ് ഇത് കൊടുക്കരുത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു മുടി കൊഴിച്ചിലൊക്കെ തടയും എന്ന് പറഞ്ഞിരുന്നു. എന്നും കരുതി അലോപേഷ്യ എന്ന് പറഞ്ഞു, ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് വട്ടത്തില് കഷണ്ടിയാകുന്നത് അല്ലെ, ഇത്രയും വട്ടത്തിൽ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചാമ്പ്യൻ തേച്ചാൽ മതി, മുടി കൊഴിച്ചിൽ പോകും, അല്ലെങ്കിൽ അതിനെ നിവാരണം ചെയ്യും, അതിനൊരു പ്രതിവിധിയാണ് എന്ന് പറഞ്ഞു ഒരിക്കലും കൊടുക്കരുത്. അതേപോലെ തന്നെ മസിൽസിന്റെ ടോണിനൊക്കെ സഹായിക്കുന്നു എന്നും വെച്ച് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ട്, ഒരു വ്യാധി ഉണ്ട്, ഒരു ഡിസീസ് ഉണ്ട്, അവിടെയും കൊണ്ടുപോയിട്ട് ചാമ്പ്യൻ തേക്കരുത്. അവിടെയൊക്കെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ ആണ്, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്? ഇതില് തൈലപാക വിധിയിലാണ്, സെസമം ഓയിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതില് നമ്മൾ എല്ലാവർക്കും എവിടെ മുതൽ എവിടം വരെ തേക്കാം, തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും, അതായത് മുഴുവൻ ശരീരത്തിലും തേക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇനി എന്തൊക്കെയാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്? ഇതൊരു നോവൽ കോമ്പിനേഷൻ ആണ് അല്ലെ. എന്തൊക്കെയാണ്? മഞ്ചട്ടി, മുതിര ഒക്കെ അല്ലെ, ഉഴുന്ന്, ഞവര ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നോവൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതോടൊപ്പം തന്നെ ഇതൊരു തൈലപാക വിധിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളുടെ പ്രൊഡക്ട്സിനൊക്കെയും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അത്രയ്ക്കും ക്വാളിറ്റി എൻഷുവർ ചെയ്തിട്ട് ഷുവർ ആയിട്ട് നേടിയിട്ടുള്ള അല്ലെ, ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ പ്രൊഡക്ട്സിന് ഉള്ളത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ചാമ്പ്യൻ. നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇതുവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇനിയും നമ്മൾക്ക് ബിലോ 37, കഫ്നിൽ, സൈക്ലോവ ഒക്കെ നമുക്ക് നോക്കാനുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും സമൂഹത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ മുന്നിൽ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വിഭാഗക്കാര് എന്ന് പറയുന്നത് ആരാണ്? ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്നതിന് പ്രാധാന്യം നൽകുന്നവരാണ്. ബി വിഭാഗക്കാര് ആരാണ്? ബി വിഭാഗക്കാര് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഞാനിപ്പോ പറഞ്ഞു. ഇപ്പം ഈ ഒരു ചാമ്പ്യനെ ഉദാഹരണമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ചൊറിച്ചില്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ പറ്റുമ്പോഴത്തേക്കും ചെറിയ തരത്തിലുള്ള ചൊറിച്ചില്, എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ, ഇച്ചിങ് ഒക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്ക്
ബി കാറ്റഗറി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രശ്നക്കാരാണ്. ഇനി സി കാറ്റഗറി എന്ന് പറഞ്ഞത് വളരെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലുള്ളവരാണ്. ചാമ്പ്യന്റെ കേസ്, ചാമ്പ്യൻ പ്രൊഡക്റ്റിന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സോറിയാസിസ് അല്ലെങ്കിൽ അലോപേഷ്യ, അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ. അപ്പം ഈ 3 വിഭാഗക്കാരിൽ ആർക്കൊക്കെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും നൽകേണ്ടത്? ആർക്കൊക്കെയാണ്? എ വിഭാഗക്കാർക്കും അതേപോലെ തന്നെ ബി വിഭാഗക്കാർക്കും മാത്രമാണ്. എ വിഭാഗക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ വിഭാഗക്കാർ എന്ന് പറയുന്നത് ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്നവരും അതിന് പ്രാധാന്യം നൽകുന്നതും, അതേപോലെ തന്നെ ബി കാറ്റഗറി രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ മാത്രമാണ് ഇത് നൽകേണ്ടത്. ഒരിക്കലും സി കാറ്റഗറിക്കാരെ അന്വേഷിച്ച് തപ്പി തേടി പിടിച്ചു പോയിട്ട് നമ്മുടെ ഒരു പ്രൊഡക്ട്സും നൽകരുത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം, ഈ വിഭാഗം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വിശാലമായിട്ടുള്ള ആൾക്കാരുടെ ഒരു സമൂഹം, ഒരു കൂട്ടമാണ് അത്. അതിനെ വിട്ടിട്ട് സി കാറ്റഗറിയിൽ ഒരിക്കലും പോയിട്ട് നമ്മുടെ ഒരു പ്രൊഡക്ട്സും നിങ്ങൾ നൽകരുത്. ഇനി നമ്മുടെ ഒരുപാട് പ്രൊഡക്ട്സുകളൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ലഭ്യമായിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മുടെ കമ്പനി നൽകുന്നതല്ല. കാരണം പല പ്രൊഡക്ട്സും ഫേക്ക് ആണ്, പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമാണ്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കേണ്ടത്? നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇന്ത്യ ഷോപ്പിയുടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രൊഡക്ട്സും വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് ചാമ്പ്യനെ പറ്റിയിട്ട് പറയാനുള്ളത്. വളരെ ഫലപ്രദമായിട്ടുള്ള അല്ലെ, അഭ്യംഗം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളാണ് അഭ്യംഗത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പം നിത്യവും നമ്മൾക്ക് എല്ലാവർക്കും കുളിക്കുന്നതിന് മുൻപ് ഒരു 30 മിനിറ്റ് ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അല്ലെ, അതിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എലമെന്റ്സ് വെൽനസിന്റെ ചാമ്പ്യൻ തൈലം എന്ന് പറയുന്നത്. അപ്പം അടുത്ത ട്രെയിനിങ്ങിൽ ഏത് പ്രൊഡക്റ്റ് ആണ്? അടുത്ത ട്രെയിനിങ്ങിൽ ബിലോ 37 ക്യാപ്സ്യൂളും അതേപോലെ തന്നെ കഫ് നിലുമാണ് വരുന്നത്. അപ്പം ഈ 2 പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമുക്ക് അടുത്ത ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ വിശദമായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.